ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ കാണുന്നതാണ് ഗിയർ വയർ. ഈ ഒരു ഗിയർ വയർ വെച്ചിട്ടാണ് നമ്മൾ ഇൻവിസിബിൾ ജ്വല്ലറി മേക്ക് ചെയ്യുന്നത്. ഗോൾഡിലും സിൽവറിലും ഈ ഒരു ഗിയർ വയർ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന കട്ടിംഗ് പ്ലെയർ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് എൻഡ് ബീഡ് അല്ലെങ്കിൽ ഗിയർ ലോക്കിംഗ് ബീഡ്സ് എന്നൊക്കെ പറയും. ഇത് നമ്മൾ ഗിയർ വയറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലാറ്റ് നോസുള്ള പ്ലെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗിയർ ലോക്കിംഗ് ബീഡ്സിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ബീഡ് അവിടെ നല്ല രീതിയിൽ സെറ്റ് ആയിരുന്നോളും. ബീഡ്സ് ഒക്കെ ഇട്ട് ലോക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഐറ്റം മസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടതാണ് കേട്ടോ. ഈ കാണുന്നതാണ് റൗണ്ട് നോസുള്ള പ്ലെയർ. ഇത് നമ്മൾ ജിംകിക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ നോർമലി യൂസ് ചെയ്യുന്ന രണ്ട് ലോക്കുകൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഈ കാണുന്നതാണ്. ഇത് നമ്മൾ ജംറിങ്ങും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ നെക്ലസ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഒരു ലോക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് കാണിച്ച ആ ലോക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ജംറിങ്ങും യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്പേസർ ബീഡ്സ്. ഇത് പല സൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ തന്നെ ഇതിൽ ഡിസൈൻ ഉള്ള ടൈപ്പും അവൈലബിൾ ആണ്. ഇത് നമ്മൾ പെൻഡന്റിന്റെ രണ്ടറ്റത്തൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പെൻഡന്റ് സൈസ് അനുസരിച്ച് നമുക്ക് ഒരു ബീഡ്സിൽ പല രീതിയിൽ സെലക്ട് ചെയ്യാം. പിന്നെ ഈ കാണുന്ന രീതിയിലുള്ള പെൻഡന്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാക്ക് ഷീറ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് നല്ല രീതിയിൽ പശയൊക്കെ തേച്ച് കൊടുത്ത് ഈ കാണുന്ന സ്റ്റോൺസ് ഒട്ടിച്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പല കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. ഈ വാക്ക് ഷീറ്റിൽ മാത്രമല്ല, ഇത് ഈ കാണുന്ന ട്രാൻസ്പെറന്റ് ഷീറ്റിലും നമുക്ക് സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ച് പെൻഡന്റ് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മാർക്കറ്റിൽ കാണുന്ന പോലെ റെഡിമേഡ് പെൻഡൻസും ചാൻസ് ഒരുപാട് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഇൻവിസിബിൾ നെക്ലസ് ചെയ്തെടുക്കാം. ജ്വല്ലറി മേക്കിങ്ങിന്റെ ഫസ്റ്റ് പാർട്ട് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. മെറ്റീരിയൽ വേണ്ടവർ DM ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ആക്കി വെച്ചോളൂ. പാർട്ട് 2 ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ് കേട്ടോ.